നമസ്കാരം. ഗുണ്ടാ നേതാവ് ഒരുക്കിയ സൽക്കാരത്തിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയും പോലീസുകാരും അങ്കമാലി പോലീസ് അപ്രതീക്ഷിതമായി റെയ്ഡിനെത്തിയതോടെ ഓടിപ്പോയി ശുചിമുറിയിൽ ഒളിച്ചു. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും അപമാനകരമായ സംഭവമാണ് അങ്കമാലിയിൽ നടന്നിരിക്കുന്നത്. ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ആഗ് പുരോഗമിക്കുന്നതായി പിണറായി സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഈ നാണം കെടുത്തുന്ന സംഭവം എന്നതാണ് ശ്രദ്ധേയം. സംശയാസ്പദമായ രീതിയിൽ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ടെന്ന വിവരം കിട്ടിയതോടെയാണ് അങ്കമാലി പോലീസ് ഗുണ്ടാ തലവന്റെ വീട്ടിൽ റെയ്ഡിനായി എത്തുന്നത്. അവിടെ ഗുണ്ടാ നേതാവിന്റെ സൽക്കാരത്തിൽ പങ്കെടുത്തു വരികയായിരുന്ന ഡിവൈഎസ്പിയും പോലീസുകാരും ഇതോടെ ഓടി ശുചിമുറിയിൽ ഒളിക്കുകയായിരുന്നു. അങ്കമാലി പോലീസിനെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും എതിരെ അങ്കമാലി പോലീസ് തുടർന്ന് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി MG സാബുവും 3 പോലീസുകാരുമാണ് ഞായറാഴ്ച ഗുഡല്ലൂർ സന്ദർശനത്തിന് ശേഷം മടങ്ങി വരുന്ന വഴിയിൽ അങ്കമാലിയിൽ കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വീട്ടിലെ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത്. ഫൈസലിന്റെ ആതിഥ്യം സ്വീകരിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അങ്കമാലി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുന്നത്. ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാനായി സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ആഗ് പരിപാടി നടക്കുന്നതിനാൽ തമ്മനം ഫൈസൽ ഉൾപ്പെടെ ഗുണ്ടാ നേതാക്കൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് 4 പേർ ഒരു സ്വകാര്യ കാറിൽ ഫൈസലിന്റെ വീട്ടിലെത്തിയതായി പോലീസിന് വിവരം കിട്ടുന്നത്. ഇവർ ഗുണ്ടകളാണെന്ന് കരുതിയാണ് അങ്കമാലി പോലീസ് റെയ്ഡിനെത്തുന്നത്. ഫൈസലിനെയും മറ്റുള്ളവരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി എന്ന വിവരമാണ് പിന്നീട് പുറത്തു വരുന്നത്. പോലീസുകാരാണ് ഗുണ്ടയുടെ ആതിഥ്യം സ്വീകരിക്കാൻ എത്തിയത് എന്നറിഞ്ഞതോടെ അങ്കമാലി പോലീസ് ഇക്കാര്യം റൂറൽ SP-ക്കും SP ഈ വിവരം റേഞ്ച് IG-ക്കും റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇന്ന് പൂർത്തിയായ ശേഷം റിപ്പോർട്ട് DGP-ക്ക് കൈമാറുന്നുണ്ട്. ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാക്കുമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. കൊച്ചിയിൽ ആദ്യം കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ട നേതാക്കളിൽ പ്രമുഖനാണ് തമ്മനം ഫൈസൽ എന്ന ജോർജ്. എറണാകുളം തമ്മനത്തെ വീട്ടിലെ വിളിപ്പേരായിരുന്നു ഫൈസൽ അറിയപ്പെടുന്നത്. മാതാവിന്റെ നാടായ അങ്കമാലി പുളിയാനത്തേക്ക് പിന്നീട് താമസം മാറ്റിയതോടെ തമ്മനം ഫൈസൽ എന്ന അറിയപ്പെടുകയായിരുന്നു. തർക്കത്തെ തുടർന്ന് പിതാവിനെ തല്ലിയ അയൽവാസിയെ വെട്ടി പരിക്കേൽപ്പിച്ചാണ് 18-ാം വയസ്സിൽ തമ്മനം ഫൈസൽ കുറ്റവാളികളുടെ ലോകത്തേക്ക് എൻട്രി നേടുന്നത്. കൊച്ചി വാണിരുന്ന പ്രമുഖ ഗുണ്ടാ നേതാവ് തമ്മനം ഷാജിയുടെ എതിരാളിയായി ഫൈസൽ പിന്നെ വളരുകയായിരുന്നു. 30-ലേറെ കേസുകളിൽ താൻ നേരത്തെ പ്രതിയായിരുന്നു എന്നും ഇനി 3-4 കേസുകൾ മാത്രമാണ് ശേഷിക്കുന്നതെന്നും ഫൈസൽ ഈയിടെ പറഞ്ഞിരുന്നു. താൻ ഗുണ്ടാ പരിപാടികൾക്കൊന്നും കുറെ വർഷങ്ങളായി പോകുന്നില്ലെന്നും സ്വന്തമായുള്ള ടിപ്പറുകളും മാലിന്യം ശേഖരിക്കുന്ന വണ്ടിയും മറ്റു കുടുംബ ബിസിനസ്സുകളും നോക്കി നടത്തി വരികയാണെന്നും ഫൈസൽ ചില യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 2021-ൽ മറ്റൊരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ജോണി ആന്റണി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസാണ് ഫൈസലിനെതിരെ ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഫൈസലും സംഘവും തന്നെ പരസ്യപ്പെടുത്തുകയായിരുന്നു. തന്നെ വാളുകളുമായി ജോണി അടക്കമുള്ളവർ ഭീഷണിപ്പെടുത്തിയതിന് പകരം ചോദിച്ചതാണ് ആ സംഭവം എന്നാണ് ഫൈസൽ അവകാശപ്പെട്ടിരുന്നത്. തമ്മനം ഫൈസൽ കരാട്ടെ അധ്യാപകൻ കൂടിയാണ്.